الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى സത്യവിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുഴു സമയങ്ങളിലും യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടുന്നത് പോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അർഹമുറഹിമാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചോളം ഒരുപാട് അമാനത്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അമാനത്ത് എന്ന് എല്ലാവർക്കും അറിയാം, പണ്ട് മുതലേ കേൾവിയുള്ള ഒരു വിഷയമാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആദ്യകാലത്തെ അമാനത്തിനെ കുറിച്ച് ആളുകൾ ബോധമുള്ളവരാണ്. പിന്നീട് അള്ളാഹുവിന്റെ ഖുർആൻ അവതരിച്ചപ്പോൾ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് അവർ കൂടുതൽ കൃത്യതയിലേക്ക്, സൂക്ഷ്മതയുള്ള അമാനത്തിലേക്ക് അവരെ എത്തിച്ചേരുകയുണ്ടായി. അപ്പോൾ ജീവിതത്തിന്റെ പല തലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതിയാണ് അമാനത്ത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നമുക്കൊരു അമാനത്തായിട്ട് നൽകിയിട്ടുള്ളതാണ്. അതുപോലെ നമ്മുടെ കുടുംബം നമുക്കൊരു അമാനത്താണ്. അതുപോലെ തന്നെ വിശ്വാസി സമൂഹം നമുക്കൊരു അമാനത്താണ്. അങ്ങനെ ജീവിതത്തിലുടനീളം കരാറുകളും രഹസ്യങ്ങളും എല്ലാം അമാനത്തുകളാണ്. അമാനത്തുകൾ സൂക്ഷിക്കുന്നവരാണ്
മുഅ്മിനീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരാണ് വിജയികൾ എന്ന്, ആരാണ് വിജയികൾ എന്ന് അള്ളാഹു എണ്ണി പറഞ്ഞ കൂടത്തിൽ വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, അവർ തങ്ങളെ സൂക്ഷിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ, സൂക്ഷ്മ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വത്തുക്കൾ അല്ലെങ്കിൽ വിഷയങ്ങൾ അത് സൂക്ഷിക്കുന്നവരാണ്, കരാറുകൾ പാലിക്കുന്ന ആളുകളുമാണ് എന്ന് സൂറത്തുൽ മുഅ്മിനിലൂടെ അള്ളാഹു നമ്മെ വിശേഷിപ്പിച്ചതാണ്. അപ്പോൾ ആ സ്വഭാവം വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവും. മുഅ്മിനീങ്ങൾക്ക് മാത്രമേ അമാനത്തുകൾ സൂക്ഷിക്കാൻ കഴിയൂ. മുനാഫിക്കുകൾക്ക്, അതുപോലെ തന്നെ മുശ്രിക്കുകൾക്ക്, കുഫാറുകൾക്കൊന്നും അമാനത്തിനെ സൂക്ഷിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസാഇന്റെ 58-ാമത്തെ ആയത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അല്ലാഹു നിങ്ങളോട് തീർച്ചയായും കൽപ്പിക്കുന്നുണ്ടവൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചപ്പെട്ട കാര്യങ്ങൾ അതിന്റെ അഹ്ലുകാർക്ക് തിരിച്ചു കൊടുക്കണം എന്ന്. وَإِذَا حَكَمْتُمْ بَيْنَ النَّاسِ أَنْ تَحْكُمُوا بِالْعَدْلِ, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധി കൽപ്പിക്കുകയാണെങ്കിൽ നീതിയോടെ വിധി കൽപ്പിക്കണമെന്നും റബ്ബ് നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇന്നല്ലാഹ നിഅമ്മാ യഅദുകും, അല്ലാഹു വളരെ നല്ല ഉപദേശങ്ങളാണ്, മഹത്തായ ഉപദേശങ്ങളാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ, തീർച്ചയായും നിങ്ങൾ അതെല്ലാം പാലിക്കുന്നുണ്ടോ എന്നുള്ള വിഷയത്തിൽ പടച്ച റബ്ബ് ഇന്നല്ലാഹ, അല്ലാഹു തീർച്ചയായും കാന സമീഅൻ ബസീറാ, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് എന്ന് അള്ളാഹു താക്കീത് നൽകുകയാണ്. അപ്പൊ അമാനത്തുകള് പാലിക്കണമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇവിടെ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിൽ അള്ളാഹു നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വലിയ ഒരു ഗൗരവമുള്ള വിഷയമാണ് അമാനത്ത്. അത് ശരിയായ രൂപത്തിൽ കൈകാര്യം ചെയ്യാതിരുന്നാൽ നമ്മുടെ എല്ലാ അമലുകളും തടയപ്പെടും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അന്ത്യദിനത്തെ കുറിച്ച്, സുറാത്തിനെ കുറിച്ച് എല്ലാം പറഞ്ഞ് അതിനിടയിൽ അല്ലാഹു റസൂൽ പറഞ്ഞു, വതുർസലുൽ അമാന, അമാനത്തെ അല്ലാഹു നിശ്ചയിക്കും, വറഹിമു, കുടുംബ ബന്ധത്തെയും, ഫതഖൂമാനി, അവ രണ്ടും വന്നു നിൽക്കും, ജനബത്തി സിറാത്തി യമീനം വശിമാല, സിറാത്ത് നരകത്തിന്റെ മുകളിലുള്ള സ്വർഗത്തിലേക്ക് അല്ലാഹു ഇട്ട പാലമുണ്ടല്ലോ, ആ പാലത്തിലൂടെ കടക്കാതെ ആർക്കും സ്വർഗത്തിലെത്താൻ കഴിയില്ല. ആ പാലത്തിന്റെ രണ്ട് ഭാഗത്തും അമാനത്തും കുടുംബ ബന്ധങ്ങളും വന്ന് നിൽക്കുമെന്നാണ്. അത് പാലിക്കാത്ത ആർക്കും ആ പാലത്തിലൂടെ കടന്നു പോകാൻ പറ്റില്ല. അവർ തടയും. അമാനത്തും കുടുംബ ബന്ധവും അവിടെ തടഞ്ഞു വെക്കുമെന്ന്. അവർക്കുള്ള ശിക്ഷ അതാണ്. എന്താ സിറാത്ത്? നമ്മുടെ നാട്ടിലുള്ള സുന്ദരമായ കാറ്റ് ലഭിക്കുന്ന പാലത്തിന്റെ മുകളിൽ നിന്ന് നിൽക്കുന്ന പോലെയല്ല സിറാത്ത് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു മുടിനാരിഴ 7 ഭാഗിച്ചാൽ എത്ര ഉണ്ടാകുമോ അത്രയും നൈസായതാണ് അത് പാപികളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ മുഅ്മിനീങ്ങൾക്ക് അവിടെ ഒരു പാലുണ്ടെന്ന് തോന്നില്ല. അത് ഒരു സ്ഥലം തന്നെ, അവർ നടന്നും ഓടിയും എല്ലാം പോകും. എന്നാൽ പാപികൾക്ക് അത് നേർത്ത് 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 ഒരു മുടിനാരിഴയേക്കാൾ നേർത്തതായിട്ട് തോന്നുകയും അവർ ആ നരകത്തിലേക്ക് വീഴുകയും ചെയ്യും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സിറാത്തിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ആ സിറാത്തുൽ കലാലീബ് എന്ന് പറയുന്ന മുള്ളുകളുണ്ട്. നമ്മള് സൺഫ്ലവർ ഉണ്ടല്ലോ, ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഒരു ഫ്ലവർ, ഇതേപോലെയാണ് കലാലീബ് എന്ന് പറഞ്ഞ മുള്ള്. മരുഭൂമിയിലൊക്കെ കാണാൻ പറ്റുക മുള്ള്. അതിന്റെ ദുനിയാവിലുള്ള ഒരു ഐറ്റം മരുഭൂമിയിലുണ്ടാവും. അതിന് ചെമ്പിനേക്കാൾ ഹാർഡ്നെസ് ആണ്, ചെമ്പിനേക്കാൾ ബലമാണ് അതിന്റെ എതളുകൾ, ബ്ലേഡിനേക്കാൾ മൂർച്ചയാണത്. അങ്ങനെയുള്ള കലാലീബാണ് സിറാത്തിൽ മുഴുവൻ വിരിച്ചിട്ടുള്ളത്.
അതിലാണ് നിൽക്കേണ്ടതില്ല. ആര്? അമാനത്ത് പാലിക്കാത്ത ആളുകളും കുടുംബബന്ധം പാലിക്കാത്ത ആളുകളെയും ആ സുറാത്തിന് പിടിച്ചു നിർത്തും, പോകാൻ സമ്മതിക്കില്ല. ശരീരത്തിൽ ഇങ്ങനെ തറച്ചു കയറും, രക്തം ഇങ്ങനെ വാർന്നൊഴുകും. ആ സുറാത്തിന്റെ മുകളിലേക്ക് അടിക്കുന്ന നരകത്തിന്റെ കരിമ്പുകയും ചൂടും ദുർഗന്ധവുമാണ്. മാത്രമല്ല, ആ സുറാത്തിന്റെ രണ്ട് വശത്തും മുള്ളുകളുണ്ട്, കൊളുത്തുകളുണ്ട്. ആ കൊളുത്തുകൾ ഇങ്ങനെ അള്ളാഹു കൽപ്പിക്കുന്ന ആളുകളുടെ മേൽ ഇങ്ങനെ വന്ന് കൊളുത്തി അവരുടെ മാംസങ്ങൾ ഇങ്ങനെ നരകത്തിലേക്ക് തെറിച്ചു വീഴും. ചില ആളുകളുടെ ശരീരത്തിൽ മാംസം പോലുമില്ലാതെ അസ്ഥികൂടമായിട്ടാണ് സുറാത്ത് കിടക്കുക എന്ന് പഠിപ്പിക്കുമ്പോ, കുടുംബബന്ധം പാലിക്കാത്ത ആളുകളെ മേലിൽ ആ കൊളുത്തിങ്ങനെ വന്ന് അതിങ്ങനെ കോരിക്കോരി രക്തം ഇങ്ങനെ ചീറ്റി മാംസ കഷ്ണങ്ങൾ ഇങ്ങനെ തെറിച്ചു പോയി വേദന കൊണ്ട് ഇങ്ങനെ അട്ടഹസിച്ച് പെടഞ്ഞുകൊണ്ട് രണ്ട് കാൽപാദങ്ങളും അനക്കാൻ കഴിയാതെ സ്വറാത്തിൽ നിൽക്കുന്ന ഒരു രംഗമുണ്ടാകും. അതുകൊണ്ട് അമാനത്ത് എന്ന് പറയുന്നത് ചെറിയ വിഷയമല്ല. എന്താണ് അമാനത്ത്? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമാനത്തിനെ കുറിച്ച് പഠിപ്പിച്ചു. ഒരാൾ നിങ്ങളോടൊരു സ്വകാര്യം പറഞ്ഞിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അമാനത്താണ് കേട്ടോ. നീ നിന്റെ കാതും അവന്റെ കാതുമല്ലാതെ പടച്ചിറപ്പുമില്ലാതെ മറ്റൊരാൾ പിന്നത് അറിയാൻ പാടില്ല. അത് നിന്റെ ഭാര്യയാണെങ്കിലും നിന്റെ ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ആരോടും പറയാൻ പാടില്ല. പറഞ്ഞാൽ അറിഞ്ഞാൽ അമാനത്ത് ലംഘിച്ച ആളുകളെ കൂടുതൽ എണ്ണപ്പെടും, എഴുതപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ സൂക്ഷിച്ചേൽപ്പിക്കപ്പെട്ട സമ്പത്തുകള് അതിന്റെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം. മക്ക കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാകുന്നതിന് മുമ്പേ തന്നെ ഖുറൈശികളെ നബിയുടെ അടുക്കൽ കൊണ്ടുവന്ന് അമാനത്ത് കൊടുക്കാറുണ്ട്. ഹിജ്റ പോകുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് നൽകിയ ഉപദേശങ്ങളിൽ ആ കാണുന്ന പൈസ, ഈ കാണുന്ന സ്വർണങ്ങള്, ആ കാണുന്ന സാധനങ്ങള് ഇതെല്ലാം ഇന്ന ആളുകൾ എന്റെ അടുക്കൽ തന്നതാണ്. റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ച ആളുകളുണ്ടല്ലോ, അവരുടെ സ്വത്തുക്കൾ പോലും റസൂലുള്ളാഹിന്റെ അടുക്കൽ അമാനത്തായിട്ടുണ്ട്. അതാണ് ഒരു മുഅ്മിനിന്റെ സ്വഭാവം. നമ്മൾ ആരെങ്കിലോടെങ്കിലും പിണങ്ങിയാലും അവർ നമ്മളെ ഏൽപ്പിച്ച സാധനങ്ങളോ വാക്കുകളോ രഹസ്യങ്ങളോ പുറത്തു വിടാൻ പാടില്ല. അപ്പൊ ഇസ്ലാം വന്ന് പോയി, മുഅ്മിനല്ല അവൻ. പിന്നെ അവൻ അതിന്റെ പേര് ശിക്ഷയുണ്ടാവും. അതുകൊണ്ട് അമാനത്ത് അത്ര ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, പ്രിയമുള്ളവരെ, വളരെ വലിയൊരു അമാനത്ത് നിർവഹണത്തിന്റെ സന്ദർഭത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. മറ്റ് വിഷയങ്ങളിലേക്ക് പോകാതെ നമുക്കതിലേക്ക് വരാം. വലിയൊരു ഉത്തരവാദിത്വം അമാനത്ത് നിർവഹിക്കാൻ ഉള്ള സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അഥവാ തെരഞ്ഞെടുപ്പിന്റെ വക്കിലാണ് നമ്മൾ. ഒരു അമാനത്താണത്. മുസ്ലിം സമൂഹത്തിന്റെ രക്ഷാകർതൃത്വം, നമ്മുടെ നാടിന്റെ ഭാവി, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സമാധാനവും സുരക്ഷയും എല്ലാ സ്റ്റേറ്റുകളുടെയാലും മൊത്തം രാജ്യത്തിന്റെ ആണെങ്കിലും അത് നമ്മളൊരു ഭരണകൂടത്തെ ഏൽപ്പിക്കാൻ നിൽക്കുകയാണ്. ഇപ്പൊ നമ്മളാണ് യജമാനന്മാർ, നമ്മളാണ് അവരെ ഏൽപ്പിക്കേണ്ടത്, നമ്മളാണ് തെരഞ്ഞെടുക്കേണ്ടത്, നമ്മളാണ് നിർണയിക്കേണ്ടത്. ഈ വോട്ട് എന്ന് പറയുന്ന ഒരു അമാനത്ത ഈ നാടിനോട് നമ്മൾ നിർവഹിക്കുന്ന, നമ്മളെ വിശ്വസിച്ച ഏൽപ്പിച്ച ഒരു അമാനത്താണ്. വിശ്വാസത്തോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ എല്ലാം ഉദ്ദേശിക്കണം, എല്ലാവരും ചെയ്യണം, അമാനത്തല്ലേ, നിർവഹിക്കണം. അത് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇസ്ലാമികമായ ഒരു മുഅ്മിനായ മനുഷ്യനെതിരെ എങ്ങനെയാ കാണേണ്ടത്? നാം തെരഞ്ഞെടുക്കുമ്പോ, വോട്ട് ചെയ്യുമ്പോ അത് നന്മയുടെ അടിസ്ഥാനത്തിലായിരിക്കണം, തിന്മയ്ക്കെതിരായിരിക്കണം നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. ആര് വന്നാലാണ് ഇവിടെ മനുഷ്യരെ പാർശ്വവൽക്കരിക്കാതെ, മനുഷ്യരെ ഭിന്നിപ്പിക്കാതെ, എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് ഒരേ പ്രജകളായി, ഒരേ ആളുകളായി കണ്ട്, വർഗീയതയില്ലാതെ, കലാപങ്ങളില്ലാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ആർക്കാണ് നമ്മെ കൊണ്ടു നടക്കാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കുകയും
അത് ശരിക്കും പഠിക്കുകയും ആ അടിസ്ഥാനത്തിൽ നമ്മുടെ സമ്മതിദാന അവകാശം നിർവഹിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ നാം ചെയ്യുന്ന പ്രവൃത്തികളാണ് നമുക്ക് അള്ളാഹുവിനെ പരീക്ഷണമായി തിരിച്ചു വരുന്ന. നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ കൊണ്ടുപോയി നാശത്തിലിടല്ലേ എന്ന് പടച്ചറപ്പ് നമ്മളോട് പറയുകയാണ്. നമ്മളെ നശിപ്പിക്കാനുള്ള ആളുകൾക്ക് അധികാരം കൊടുക്കരുത്. വോട്ട് ചെയ്യേണ്ടത് കാശ് വാങ്ങിയിട്ടില്ല. ഗവൺമെന്റ് നമ്മൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റ് നമ്മുടെ നികുതി പണം കൊണ്ട് നമുക്ക് തരുന്ന റേഷനോ മറ്റാനുകൂല്യങ്ങളോ ഹലാലാണ്, അത് നമുക്ക് സ്വീകരിക്കാം. എന്നാൽ മത്സരിക്കുന്ന പാർട്ടികളിൽ നിന്നും ഒരു നയാ പൈസ പോലും വാങ്ങുക അത് നിഷിദ്ധമാണ്. അത് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയോടുള്ള ചതിയാണ്, വെല്ലുവിളിയാണ്. മാത്രമല്ല സമുദായത്തിനോടുള്ള വഞ്ചനയാണ്. തനിക്ക് അല്ലാഹു ഏൽപ്പിച്ചുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള കൈക്കൂലിയാണ്. കൈക്കൂലി കൊടുക്കുന്നവരെയും വാങ്ങുന്നവരെയും അല്ലാഹു ക്ഷമിച്ചിരിക്കുന്നു സുഭാഷങ്ങൾ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് തരുന്നത് നമുക്ക് അർഹതയുള്ളതാണ്. പക്ഷേ പാർട്ടികളിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങി വോട്ട് ചെയ്യരുത്. ചെയ്താൽ പടച്ചടപ്പിന്റെ കോടതിയിൽ കുറ്റവാളിയാണ്. അതിപ്പോ കിട്ടണല്ല, വാങ്ങല്ലേ. ഒരു മുഅ്മിനിനെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം അല്ലാഹു തൃപ്തിപ്പെടുന്നതായിരിക്കണം അവന്റെ വയറിനകത്തേക്ക് കടക്കേണ്ടത്. എന്നാലേ അവന്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കൂ. നാം വാങ്ങുന്നതും ഉണ്ടാക്കുന്നതും സമ്പാദിക്കുന്നതുമെല്ലാം ഹലാലാണെങ്കിൽ മാത്രമേ ആ സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയൂ, അല്ലാഹുവിന്റെ തൃപ്തി നേടാൻ കഴിയൂ. ചിലർ 2000 തരും, ചിലർ 5000 തരും, വേണമെങ്കിൽ വേറെ ചിലർ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് തരും. അതൊന്നും വാങ്ങാൻ പാടില്ല. മുഅ്മിനെ സംബന്ധിച്ചോളം ഓർത്ത് ഞാൻ ചെയ്യും, ഒരു നയാ പൈസകൾ തരണ്ട. ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ ഒരു ആദർശമുണ്ട്, എന്റെ ഒരു പോളിസി ഞാൻ വോട്ട് ചെയ്യും. അതിനെനിക്ക് നയാ പൈസ ആവശ്യമില്ല. സന്തോഷത്തോടെ നിരസിക്കാൻ എനിക്ക് കഴിയണം. അതിപ്പോ നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും അങ്ങനെയല്ല. നമ്മളെ കാര്യം നോക്കിയ പോലെ നമ്മുടെ കബറിൽ നമ്മളല്ലേ കിടന്നു. നമ്മളെ വിചാരണ ചെയ്യുമ്പോൾ നമ്മളെ മാത്രമല്ല നമ്മൾ വിചാരണ ചെയ്യാൻ, വേറെ ആരെങ്കിലും വിചാരണ ചെയ്യും. നമ്മുടെ കാര്യം നമ്മളല്ല അല്ലാഹുവിനോട് പറയേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു രീതി നാട്ടിലാണെങ്കിലും മറുനാട്ടിലാണെങ്കിലും സ്വീകരിക്കാൻ പാടില്ല. മാത്രമല്ല കപടന്മാരെ തെരഞ്ഞെടുക്കാൻ പാടില്ല. കപടന്മാരുടെ ലക്ഷണമായിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, ഈ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വോട്ടൊക്കെ കിട്ടി മന്ത്രിയായി, MLA ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്പറായി, അവസാനം ആർക്കാണോ അധികാരം കിട്ടുന്ന അവരുടെ നിന്ന് ചാടുക. അല്ലെ, ചാട്ടത്തിന്റെ കാലല്ലേ? കുട്ടി വാങ്ങി ജയിക്കാൻ തന്നെ ഭരണക്ക് ചാടും അല്ലെ? ചാടുന്നത് എവിടേക്കായിരിക്കും? ചിലപ്പോ ചാടുന്നത് ഈ രാജ്യത്തെ വെട്ടിമുറിക്കുന്ന മനുഷ്യനെ വർഗീകരിക്കുന്ന പാർട്ടികളിലേക്കോ അല്ലെങ്കിൽ അതിന്റെ അലയൻസിലേക്കോ ആയിരിക്കും ചാടുക. അങ്ങനെയുള്ള ചാട്ടക്കാരി അല്ലെ, അങ്ങനെയുള്ളൊരു പ്രവണ അധികാരത്തിന് വേണ്ടി അവരെന്തും ചെയ്യുമെന്ന് നമുക്കറിയുമെങ്കിൽ അവരോട് കൊടുക്കരുത്. അവന് പൈസ കിട്ടിയ അവിടേക്ക് ചാടും, എവിടേക്ക് ചാടും കൊടുക്കരുത്. അങ്ങനെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം. കാരണം ഇത് നമ്മുടെ മാത്രമല്ല, വരാൻ പോകുന്ന നമ്മുടെ മക്കളെയും പേരക്കുട്ടികളെയും വരെ ഓരോ സ്റ്റേറ്റുകളിലും ഓരോ രീതികളിലും വിദ്യാഭ്യാസം മാറ്റിക്കൊണ്ടിരിക്കുക. മുസ്ലിം സമുദായത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വെട്ടിമാറ്റി പേര് മാറ്റിക്കൊണ്ടിരിക്കുന്നു, ചരിത്രം മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മദ്രസ വിദ്യാഭ്യാസം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇസ്ലാം മുസ്ലിങ്ങൾക്ക് ഈ ഭരണഘടന അനുവദിച്ച കാര്യങ്ങൾ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളിയാഴ്ച ജുമാഅത്ത് പോകാനുള്ള സമയം പോലും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം വോട്ട് ചെയ്യുമ്പോൾ വളരെ ഗൗരവത്തോട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ഞാൻ നിലപാടാണെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഭരണഘടനയെയും നാട്ടിനെയും ജനങ്ങളെയും വഞ്ചിക്കുന്ന ഗവർണർമാർ അത്തരം പാരമ്പര്യമുള്ള പാർട്ടികൾക്ക് വോട്ട് കൊടുക്കാൻ പാടില്ല. നുണ മാത്രം പറയുന്ന ആളുകൾ വായ തുറന്നാൽ നുണയെ പറയും. വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് നുണയും പറയാൻ അവർ തയ്യാറാണ്, എന്ത് കള്ളത്തരവും കാണിക്കാൻ അവർ തയ്യാറാണ്. അങ്ങനെയുള്ള കപടന്മാരായ ആളുകൾക്ക്, ആ ആളുകൾ പറഞ്ഞു പറ്റിക്കുന്ന ആളുകൾക്ക് വോട്ട് കൊടുക്കരുത്.
അതുപോലെ തന്നെ കരാറ് ചെയ്താൽ ആ കരാറുകൾ അതിനെ വിടുന്ന, അതിനെ ലംഘിക്കുന്ന ആളുകൾ അല്ലെ, വലിയ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഇറക്കും, ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അതാക്കും ഇതാക്കും എന്നിട്ട് അവസാനം ഒന്നും ആക്കില്ല എന്ന് മാത്രമല്ല ഉള്ളതില്ലാതാക്കുകയും ചെയ്യും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റിക്കഴിഞ്ഞാൽ മോശമായ വാക്കുകൾ സംസാരിക്കുന്ന, വൃത്തികെട്ട സംസാരിക്കുന്ന നേതാക്കന്മാർക്ക്, ആളുകൾക്ക് വോട്ട് കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ കൊടുക്കുന്നവരിലും ഉണ്ടാവാൻ പാടില്ല. സ്ഥാനാർത്ഥികളിൽ മാത്രമല്ല, മുസ്ലിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഗുണമാണിത്. എല്ലാ മുസ്ലിങ്ങളിൽ മാത്രമല്ല, മാനവ കുലത്തിന് തന്നെ ദോഷമായ ഗുണങ്ങളാണിത്. ഇത്തരം ഗുണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. അങ്ങനെ നോക്കിയാൽ കൂടെ ആരും വോട്ട് കൊടുക്കാൻ പറ്റില്ല അല്ലെ? അങ്ങനല്ലേ, നമ്മള് പൊതുവിൽ എല്ലാ ഗുണവും തെരഞ്ഞെടുക്കാവില്ലല്ലോ. പക്ഷെ പൊതുവിൽ ആരാണ് ഇവിടെ എല്ലാ മനുഷ്യരും ഒന്നുപോലെ കാണാനും സ്നേഹിക്കാനും ഒരുമയോടുകൂടി നമ്മുടെ രാജ്യത്തെ നിലനിർത്താനും കഴിയുക, ആ തമ്മിൽ ഭേദം ആരാണോ അത്തരം ആളുകൾ നമ്മൾ അതിന്റെ പേരിൽ പൈസ കണക്കാക്കരുത്. അല്ലെങ്കിൽ ചില ആളുകളുണ്ട്, ഇലക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സമുദായ സ്നേഹം, എന്നിട്ട് മുസ്ലിം സമുദായത്തിൽ 4-5 ആൾക്കാർക്ക് മത്സരിക്കുക, എന്നിട്ട് വോട്ടുകൾ ചിന്നിപ്പോവുക, അവസാനം ഇസ്ലാമിക ശത്രുക്കൾ ജയിക്കുക. അത്തരം ഒരു കവളന്മാർക്ക് വോട്ട് കൊടുക്കരുത്. ഇവിടെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇവിടെ നമ്മുടെ മതമോ അല്ലെങ്കിൽ പേരോ അല്ല നോക്കേണ്ടത്. മതത്തിന്റെയും അതുപോലെ സമുദായത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങിയിട്ട് വോട്ടിനെ ചിന്തിപ്പിച്ചുകൊണ്ട് ശത്രുക്കളെ ജയിക്കാൻ പറ്റുന്ന കപടന്മാരെ അവർക്കല്ല വോട്ട് കൊടുക്കേണ്ടത്. അത് അള്ളാഹുവിന്റെ മോനാണെങ്കിലും ശരി, അടുത്തനായാലും ശരി, ഏട്ടനായാലും ശരി, അയൽവാസിയാണെങ്കിലും ഫ്രണ്ടാണെങ്കിലും ശരി, അവരെ തള്ളിക്കളയണം. മറിച്ച് ഇവിടെ ആരാണ് വരാൻ സാധ്യത, ആര് വന്നാലാണ് ഗുണം, അത് നോക്കിയിട്ടാണ് നമ്മൾ പോലും. ഇനിയെങ്കിലും നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് സമുദായത്തിന്റെ അവസ്ഥ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇനിയെങ്കിലും നമ്മുടെ ബുദ്ധി കൊണ്ട് വളരാൻ, നമ്മുടെ വോട്ടുകളും നമ്മുടെ തീരുമാനങ്ങളും നമ്മൾ ശരിയായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കൾക്കും വരുകാല സമൂഹത്തിനും ഇവിടെ മതേതരമായ നിലപാടിൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും ആരാധനവും നമ്മുടെ സംസ്കാരം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സ്റ്റേറ്റുകളും രാജ്യവും പോകും. അതുകൊണ്ട് വളരെ ജാഗ്രത പാലിക്കേണ്ട, അമാനത്ത് പാലിക്കേണ്ട വിഷയമാണ് എന്ന് ഓർമ്മിപ്പിക്കുക. നോക്കൂ, അമാനത്ത് പാലിച്ചില്ല എങ്കിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹി അലാ മനാബിറ മിൻ നൂർ. നീതിയോടുകൂടി ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണെന്ന് അറിയുമോ? അല്ലദീന യഅദിലൂന ഫീ ഹുക്മിഹിം. അതായത് എന്തൊരു നിയമങ്ങളും കൽപ്പിക്കപ്പെടും നീതിയോടെ കൽപ്പിക്കുകയും അവന്റെ കുടുംബത്തിലും നീതി പുലർത്തുകയും അവനെ ഏൽപ്പിച്ച എല്ലാ കാര്യത്തിലും നീതിയോടെ നിലനിൽക്കുകയും ചെയ്യുന്ന ആളുകൾ നാളെ പരലോകത്ത് റബ്ബിന്റെ അടുക്കൽ പ്രകാശിക്കുന്ന പ്രകാശപൂർണമായ സുഗന്ധപൂർണമായ ഇരിപ്പിടങ്ങളിലായി സ്ഥാനമുണ്ടാവുക. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് ആരെങ്കിലും പാർട്ടികൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കണം, ദുനിയാവ് മാത്രം പോരാ, മരിച്ചു പോകണം, പടച്ചവന്റെ അടുക്കൽ എനിക്ക് ഉന്നതമായ സ്ഥാനം കിട്ടണം. അതുകൊണ്ട് ഒരു മുസ്ലിം എന്നുള്ള ഗുണം അവന്റെ ഭരണത്തിലും അവന്റെ സമൂഹത്തിലും കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്നാൽ മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വമുള്ള സംഘടനകളാവട്ടെ, പാർട്ടികളാവട്ടെ, ഭരണാധികാരികളാകട്ടെ, നേതൃത്വം ഏറ്റെടുത്തത് അത് ശരിക്കും പാലിച്ചിട്ടില്ല എന്ന പ്രശ്നം എന്താണെന്ന് അറിയുമോ? ഒരു ഭരണാധികാരി, ഒരു നേതാവും മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം പിന്നെ അവരുടെ പുരോഗമനത്തിനും രക്ഷയ്ക്കും വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ, അവർ പരിശ്രമിച്ചിട്ടില്ല എങ്കിൽ, വൈറസങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവരെ സഹായിച്ചിട്ടില്ല എങ്കിൽ അവർ ഒരിക്കലും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, എത്ര എത്തിക്കാണെന്നും കാര്യമില്ല, എത്ര ദാനം കാര്യമില്ല.
നേതൃത്വം ഏറ്റെടുത്തിട്ട് ആ അണികളുടെ, ആ സമൂഹത്തിന്റെ, രാജ്യത്തിന്റെ രക്ഷയ്ക്കും സുരക്ഷയ്ക്കും സമാധാനം വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, അവരെ സഹായിച്ചിട്ടില്ല എങ്കിൽ, വേറെ ഹദീസിൽ പറഞ്ഞു, സ്വർഗത്തിന് കടക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ സുഗന്ധം ലഭിക്കുന്ന അത്ര അടുത്തു പോലും അവർക്ക് എത്താൻ കഴിയില്ല. സ്വർഗത്തിന്റെ സുഗന്ധം പോലും കിട്ടൂല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ അമാനത്ത് എന്ന് പറയുന്നത് ഇതൊക്കെ പറയേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കുടുംബത്തെയും, ഒരു വീട്ടിൽ 10 പാർട്ടി, എന്നിട്ട് 10 ആൾ കൊണ്ടുകൊടുക്കുക, അവസാനം നമ്മളെ നശിപ്പിക്കുന്ന ആളുകൾ ജയിക്കുക, അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും ജനങ്ങളുടെ സുരക്ഷയും കാത്തു സൂക്ഷിക്കുന്ന പാർട്ടികൾ വരണം. അപ്പോഴാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും ഇവിടെ അവരുടെ വിശ്വാസവും സംസ്കാരം അനുസരിച്ച് സുരക്ഷയോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. ഇതുപോലെ നമുക്ക് ഈ സന്തോഷം വെള്ളിയാഴ്ചയിൽ പരസ്യമായി വാങ്ങു കൊടുക്കാനും ചുമത് കൂടാനും ഈ ഒരു സ്വന്തത്തോടു കൂടിയുള്ള ഒരു ഇന്ത്യയായി മുന്നോട്ട് പോകാനും കഴിയണമെങ്കിൽ നാം തെരഞ്ഞെടുപ്പുകളിൽ ജാഗ്രതയോടുകൂടി നമ്മുടെ വോട്ടുകൾ നിയമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിക്കുന്ന, ഇസ്ലാമിക ആരാധനയും വിശ്വാസവും സംസ്കാരം ജീവിക്കാൻ കഴിയുന്ന ഭരണാധികാരികളെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് كثيرا طيبا مباركا فيه ربنا ويرضى وصلى الله وسلم على محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പരിപൂർണ്ണ മുസ്ലിമായിക്കൊണ്ട് മാത്രം ഈ ലോകത്ത് നിന്ന് വിടവുകളയുന്നത് സ്വന്തത്തിൽ നിന്ന് പോലെ ഒരിക്കൽ കൂടി ഉറപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൽ അള്ളാഹുവിന്റെ ഇഷ്ടവും താല്പര്യങ്ങളും സമുദായത്തിന്റെ വിഷയവും നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും എല്ലാം കാത്തു സൂക്ഷിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ വോട്ടുമാണ് ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്ത് നുണയും പറയുക എന്ന രീതി ഉണ്ടാവാൻ പാടില്ല. അതുപോലെ പാർട്ടികളെല്ലാവരും മുൻപിലികളാവണമെങ്കിലും അവർ കളവ് പറയും ചെയ്യും. പക്ഷെ നമ്മൾ നല്ലതിനെ മാത്രമേ പിന്തുണയ്ക്കാൻ പാടുള്ളൂ. നമ്മൾ ആളുകൾക്കിടയിൽ എന്റെ പാർട്ടി, എന്റെ ആള് എന്ന് പറയുമ്പോഴും നബീമത്തും അതുപോലെ നോണകളും അസഭ്യങ്ങളും പറയുക, അതിനെ തട്ടിവിടുക, അതിനോട് തർക്കിക്കുക, ആ രീതി ഉണ്ടാവാൻ പാടില്ല. അവസരത്തിലും ഒരു മുമ്പിൽ അവന്റെ സംസ്കാരം, അവന്റെ ജീവൻ കളയുന്ന വാക്കുകൾ ഉണ്ടാവാൻ പാടില്ല. സൂക്ഷ്മത പാലിക്കുക. നമ്മുടെ അമലുകൾ ഒളിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നീതിയോടെ, നന്മയോടെ നിലകൊള്ളുക, നന്മയ്ക്ക് നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക. അള്ളാഹു തുണയ്ക്കുമാറാകട്ടെ. ായ ആളുകളുടെ രൂപത്തിലുള്ള യഥാർത്ഥ ചികിത്സയും മരുന്ന് നൽകി പരിപൂർണ്ണ ചെയ്യുമാറാകട്ടെ. നമ്മിൽ ഇവിടെ നടന്ന നമ്മുടെ സഹോദരങ്ങൾ, കുടുംബാദികൾ, അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ രാജ്യത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ സാക്ഷികളായി, രാജ്യത്ത് നന്മയുള്ള മനുഷ്യരായി, സമൂഹമായി നിലകൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഗൾഫ് നാടുകളിൽ നടക്കുന്ന പരീക്ഷണം വലിയൊരു പരീക്ഷയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. സാമ്പത്തികമായ നല്ല അച്ചടക്കം ശ്രദ്ധിക്കണം. അത്യാവശ്യ ചെലവുകളിൽ മാത്രം മുഴുകിക്കൊണ്ട് അനാവശ്യ ആർഭാടങ്ങളും ചെലവുകളും യാത്രകളും പൊങ്ങച്ചങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. വലിയ സാമ്പത്തികമായ മാനത്തിലേക്കും പരീക്ഷത്തിലേക്കും പോകാനിടയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു ലോകത്തിൽ സമാധാന ശാന്തി നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار ولا تشفع الظلم بالنار
ولا تجعلنا من حطب النار وإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله وصحبه.